ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ കൂടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകിച്ചൊരു ക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇല്ല കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് ബോട്ടിൽ ആർട്സൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ 2 പാർട്ടായിട്ട് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 3ാമത്തെ പാർട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ബോട്ടിൽ ആർട്ട് നോക്കാം. ഇത് നമ്മൾ ഗ്രീൻ ലീഫ് വെച്ച് ചെയ്തിട്ടുള്ളതാണ്. ഫേൺ ലീഫ് ഉണ്ടല്ലോ, നമ്മളെ മുറ്റത്തും പറമ്പിലൊക്കെ കാണുന്ന ആ ഒരു ഫേൺ ലീഫ്, നല്ല ഭംഗിയുള്ളൊരു ലീഫാണ്. അപ്പോൾ അത് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബോട്ടിലായിട്ടാണ്. ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. എന്നാലത് കണ്ടാൽ നമ്മൾ ഫേൺ ഒട്ടിച്ചതായിട്ടും തോന്നില്ല, കാരണം അത്രയും നല്ല ഭംഗിയായിട്ട് ഒരു ഡിസൈനുള്ള പെയിൻറ്റ് ചെയ്തിട്ടുള്ള പോലെയാണ് തോന്നുക. അപ്പോൾ ആദ്യം നമ്മൾ ബോട്ടിലേക്ക് ബേസ് കോട്ട് അടിച്ചു കൊടുത്തു. പിന്നെ ഫേൺ ലീഫിന് നമ്മൾ വേറെ ഗ്രീൻ കളർ കൊടുത്ത് അത് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ അതിന് ചെറിയൊരു ഔട്ട്ലൈനിങ് ഒക്കെ കൊടുത്ത് അങ്ങനെ ചെയ്തെടുത്തുള്ളതാണ്. നല്ല അടിപൊളിയായിട്ടൊരു കളറൊക്കെ ആയിട്ട് നല്ലൊരു ബോട്ടിലായിട്ട് തന്നെയാണ്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നതും ഫേൺ ലീഫ് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന സിമ്പിളായിട്ടൊരു ബോട്ടിലായിട്ട് തന്നെയാണ്. അപ്പോൾ അത് ഞാൻ ആദ്യം ഒരു ബ്ലൂ കളർ വെച്ചിട്ട് ഒരു കോട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരുപാട് തിക്കായിട്ട് ചെയ്തിട്ടില്ല കേട്ടോ, അപ്പോഴേ നമ്മൾ ആ ഒരു ബോട്ടിലിന് ഒരു നല്ലൊരു കളർ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഫേൺ ലീഫ് ഞാൻ ഗ്ലിറ്റർ പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു സിൽവർ കളർ ചെയ്ത് കൊടുത്തു, എന്നിട്ട് അത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ബ്ലൂ കളറും സിൽവർ കളറും കൂടെ നല്ലൊരു റോയൽ ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. അടുത്തൊരു ബോട്ടിൽ നമ്മൾ ഫേൺ ലീഫ് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന വേറൊരു മെത്തേഡാണ്. അപ്പോൾ അതെന്തെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ആ ഒരു ബോട്ടിലേക്ക് വേസ്റ്റ് കോട്ട് അടിച്ചു കൊടുത്തു, വൈറ്റ് കളർ. എന്നിട്ട് നമ്മൾ ഫേൺ ലീഫ് അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും വേറെ ബ്ലൂ കളർ വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മൾ ആ ഒരു ഫേൺ ലീഫ് ഒന്ന് പീൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു ബ്ലൂവും വൈറ്റും ആയിട്ട് നല്ലൊരു കോമ്പിനേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ലീഫ് വെച്ചിട്ട് ഞാൻ അതിൻ്റെ ഒരു ബാക്ക് സൈഡിലും പിന്നെ കുഞ്ഞു കുഞ്ഞു ലീഫ് വെച്ചിട്ട് ആ മേലെ ഒരു സൈഡിലും ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ പീൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഫേൺ ലീഫ് നല്ലൊരു ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു ബ്ലൂ കളറായിട്ട്. എന്നിട്ട് അത് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടൊന്ന് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ വൈറ്റിലേക്ക് ആ ഒരു ബ്ലൂ വെച്ചിട്ട് ചെയ്തെടുത്തു. അപ്പോൾ അങ്ങനെ നല്ലൊരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ നമ്മളൊരു പെയർ ബോട്ടിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഹോം ഡെക്കറൊക്കെ ആയിട്ട് 2 കളർ കോമ്പിനേഷനിൽ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു വർക്ക് തന്നെയാണ്. ഇതിലുള്ള ഒരു വലിയ ലീഫ് ഞാൻ ഒരു സൈഡിൽ ചെയ്തു, 2 ബോട്ടിലേക്കും. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കുഞ്ഞു കുഞ്ഞു ലീഫ് വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ഏത് ലീഫ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഏത് ലീഫ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ പൊതുവേ ഫേൺ ലീഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സിമ്പിളായിട്ട് കുഞ്ഞു കുഞ്ഞൊരു ഡിസൈൻ ആയിട്ടുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫേൺ ലീഫ് വെച്ചിട്ട് ഞാൻ കുറേ ബോട്ടിലായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും 1-2 ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാനിപ്പം ഇതിൽ കാണിക്കുന്നില്ല. അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു പ്ലാന്റർ ടൈപ്പ് ബോട്ടിലായിട്ടാണ് കേട്ടോ. നമ്മൾ മാക്രീം ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ ഒരു നോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്ന ഒരു ബോട്ടിലായിട്ടാണ്. ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ. നമുക്കിതിങ്ങനെ കാണുമ്പോൾ തോന്നും കുറച്ച് പാടാണെന്ന്, പക്ഷേ ഭയങ്കര എളുപ്പമാണ് ചെയ്തെടുക്കാൻ. ആ ഒരു കെട്ട് ഇങ്ങനെ എങ്ങനെയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തിട്ട് താഴെ ഭാഗത്തൊക്കെ ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതി. ഈ ഒരു ബോട്ടിൽ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് മാക്രീം ത്രെഡ് തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് കുറച്ച് കട്ടിയുള്ള ഏത് ത്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം, ജൂട്ട് ത്രെഡൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ലൈറ്റൊക്കെ ഇട്ട് വെച്ചാൽ നല്ലൊരു ഭംഗിയാണ്, നല്ലൊരു ഗ്രീൻ കളറൊക്കെ ഉള്ളതുകൊണ്ട്. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ വാട്ടറൊക്കെ ഫില്ല് ചെയ്തിട്ട് നമുക്ക് മണി പ്ലാന്റൊക്കെ വെച്ചിട്ട് ഹാങ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു ബോട്ടിലായിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഫ്രോസൺ ടൈപ്പ് ബോട്ടിലായിട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ അങ്ങനെ ഇതുപോലെ ചെടിയൊക്കെ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ 2 കളറിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നോട്ടിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ടൈറ്റായിട്ട് നോട്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ആ ഒരു ഗ്രീൻ ബോട്ടിലായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്ക്വയറിൻ്റെ എണ്ണം കുറച്ച് കൂടുതലാണ് കേട്ടോ, കുറച്ചിങ്ങനെ കറക്റ്റ് ഒരു സ്ക്വയർ ആയിട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആ നോട്ടിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് അതിനനുസരിച്ചുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ ഒരുപാട് നോട്ട് ഇങ്ങനെ കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ പല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം, ഞാൻ കമൻറ്റിലൊന്ന് പിൻ ചെയ്തിട്ടിടാം. അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ട് ഒരു ബോട്ടിലായിട്ടാണ്, നല്ലൊരു ആൻറ്റിക് ബോട്ടിലായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ കംപ്ലീറ്റ് ആയിട്ടും വേസ്റ്റ് മെറ്റീരിയൽ മാത്രമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിതിലേക്ക് തെർമോക്കോളിൻ്റെ പ്ലേറ്റ് ഉണ്ടാവില്ല, നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ആ ഒരു പ്ലേറ്റ് അത് ഞാൻ എടുത്തിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ടൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു ട്രീ പോലെ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു സ്ക്വയർ ബോട്ടിലായതുകൊണ്ട് തന്നെ 2 കോർണറിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ 2 കളർ പെയിൻറ്റും ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്കൊരു സെയിം കളർ തന്നെ കണ്ടിട്ട് ഇങ്ങനെ മടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഗ്രീൻ കളറിൽ കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ കളറിലും ചെയ്യാൻ പറ്റും. അപ്പോൾ 2 കളർ കോമ്പിനേഷനായിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ളൊരു ബോട്ടിലായിട്ട് തന്നെയാണ്. ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ടത്. അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ആൻറ്റിക് ബോട്ടിലായിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ വേസ്റ്റ് മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ഒഴിവാക്കിയിട്ടുള്ള പഴയ ബട്ടൺസൊക്കെ ഉണ്ടാവില്ല, കളറൊക്കെ പോയിട്ടുള്ള ആ ഒരു ടൈപ്പ് ബട്ടൺസൊക്കെ നമ്മളിങ്ങനെ കളക്ട് ചെയ്തിട്ട് ഫ്ലവേഴ്സ് പോലെയും ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ അതിന് ബ്രാഞ്ചസിന് പകരമായിട്ട് നമ്മൾ ഇതുപോലെ
നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കയറുണ്ടല്ലോ, നമ്മൾ അയലൊക്കെ കെട്ടുന്ന ആ ഒരു കയറ് ഇങ്ങനെ പിരി അഴിച്ചിട്ട് നമ്മൾ അത് വെച്ചിട്ടൊന്നും ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തില്ല. അപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ആ ഒരു ടൈപ്പ് ബീഡ്സൊക്കെ വെച്ച് ഒട്ടിച്ചു കൊടുത്തു. നമ്മൾ കയ്യിൽ ഇതുപോലെ പഴയ ഒരുപാട് ബീഡ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പല ടൈപ്പിലായിട്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു നോ പെയിൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ബോട്ടിലായിട്ടാണ്. അപ്പോൾ നമ്മളിതിൽ കംപ്ലീറ്റ് ആയിട്ടും എക്സെല്ല് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ ഉള്ള ഒരു എക്സെല്ലല്ല കേട്ടോ, കാടമുട്ട ഉണ്ടല്ലോ, ഒരു ക്വയലെഗിൻ്റെ ആ ഒരു മുട്ടേൻ്റെ തോട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫുള്ളായിട്ടൊരു ഡിസൈനാണല്ലോ. അപ്പോൾ അത് കണ്ട സമയത്ത് എനിക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷന് മാച്ച് ആകുന്ന രീതിയിൽ ജൂട്ട് ത്രെഡ് വെച്ചിട്ട് മേലെയും താഴെയും ജസ്റ്റ് ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് കാണിക്കാൻ പോകുന്ന ഒരു നോ പെയിൻ്റ് ആയിട്ടുള്ള ബോട്ടിലായിട്ട് തന്നെയാണ്. നമ്മൾ മഞ്ചാടിക്കുരും അതുപോലെ ജൂട്ട് ത്രെഡും വെച്ചിട്ട് ഒരു പ്രത്യേക പാറ്റേണിൽ റോൾ ചെയ്തെടുത്തുള്ളതാണ്. അപ്പോൾ നമ്മൾ താഴെ ഭാഗത്ത് ആദ്യം ഒരു റോ മഞ്ചാടിക്കുരു, പിന്നെ അതിൻ്റെ മേലെ 2 റോ, പിന്നെ 1, 2 ആ ഒരു രീതിയിൽ ചെയ്തെടുത്തുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ലോക്ക്ഡൗൺ ടൈമിലൊക്കെ പെയിൻറ്റ് ഇല്ലയെന്ന് പറഞ്ഞ് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ടുള്ളതാണ്. അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നതും കംപ്ലീറ്റ് ആയിട്ട് വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോട്ടിലായിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ജൂട്ട് ത്രെഡാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബോട്ടിലേക്ക് ഫുള്ളായിട്ട് റോൾ ചെയ്തെടുക്കാൻ. പിന്നെ നമ്മൾ ഈ പാർക്കിലൊക്കെ ഉണ്ടാകുന്ന ബീച്ചിൽ പാർക്കിലൊക്കെ ഉണ്ടാകുന്ന ഒരു കാറ്റാടി പോലുള്ളൊരു മരമില്ല, അപ്പോൾ അതിൻ്റെ ഒരു മരത്തിൻ്റെ ഒരു കുഞ്ഞു കുഞ്ഞു കായാണ്. അപ്പോൾ അത് പൊട്ടുന്ന സമയത്ത് ഇതുപോലെ ഒരു ഫ്ലവർ പോലെ ഉണ്ട്. അപ്പോൾ നല്ലൊരു വിരിയാനായിട്ടുള്ള ഒരു റോസ് പൂ പോലെ ഇരിക്കും. അപ്പോൾ അത് ഞാൻ കുറേ കളക്ട് ചെയ്തിട്ട് ഡ്രൈ ആക്കിയിട്ടൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുള്ളതാണ്. നല്ല അടിപൊളിയായിട്ടൊരു ബോട്ടിലായിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് ആ ഒരു വേസ്റ്റ് മെറ്റീരിയൽ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടൊരു ആൻറ്റിക് ബോട്ടിലായിട്ടാണ്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും വേസ്റ്റ് മെറ്റീരിയൽ മാത്രമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളിതിൽ എഗ് കാർട്ടൻസ് ആണ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒട്ടിച്ചെടുത്തിട്ട് നമ്മളൊരു ആൻറ്റിക് ലെവലിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നതും നല്ലൊരു വെറൈറ്റി ആയിട്ടൊരു ബോട്ടിലായിട്ട് തന്നെയാണ്. നമ്മളൊരു ഹണി കോമ്പിൻ്റെ രീതിയിലാട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ഒരു ഹണി കോമ്പും അതുപോലെ ആ ഒരു തേനീച്ചയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ട് വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ കാർഡ്ബോർഡിൽ നിന്ന് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചെടുത്തു. പിന്നെ അതുപോലെ പിസ്തയുടെ ഷെല്ലും പ്ലാസ്റ്റിക്കിൻ്റെ കവറും വെച്ചിട്ടാണ് നമ്മൾ തേനീച്ച ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ആ ഒരു രീതിയിൽ ചെയ്തെടുത്തു. അടുത്ത സൈഡിൽ നമ്മൾ ഈ ബബിൾ ട്രാപ്പ് ഉണ്ടായിരുന്നില്ല, ആ ഒരു ബബിൾ ട്രാപ്പ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ട് പെയിൻറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. എന്നിട്ട് അതിൽ നമ്മൾ തേനീച്ചയൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ട് ബോട്ടിലേക്ക് 2 രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു റെസ്പോൺസ് കിട്ടിയൊരു വീഡിയോ തന്നെയായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നതും ഒരു വേസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലായിട്ടാണ്. നമ്മൾ വീട്ടിലൊക്കെ ഈ കപ്പും പ്ലേറ്റൊക്കെ ഉണ്ടാവുമല്ലോ, പൊട്ടിപ്പോയിട്ടുള്ള ഡിന്നർ സെറ്റിൻ്റെ, അപ്പോൾ അതിൻ്റെ പീസസ് ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മേലെ ഒട്ടിച്ചെടുത്തു. എന്നിട്ട് അതിന് നമ്മൾ അതിൻ്റെ ബോർഡറിലൊക്കെ നമ്മളിങ്ങനെ ഒരു ആൻറ്റിക് ലെവലിന് വേണ്ടിയിട്ട് ഒരു പെയിൻറ്റൊക്കെ ചെയ്ത് കൊടുത്തു. അപ്പോൾ നല്ല അടിപൊളിയായിട്ടൊരു ബോട്ടിലാട്ടോ. നമ്മളിതിൽ മണി പ്ലാന്റും ഒക്കെ വെച്ചിട്ട് അകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എലഗൻ്റ് ആയിട്ടൊരു ബോട്ടിലായിട്ട് തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളെ വീട്ടിൽ പ്ലേറ്റും ഗ്ലാസ്സൊക്കെ പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു നല്ല കളർ കോമ്പിനേഷനൊക്കെ ഇങ്ങനെ ജോയിൻ്റ് ആകുന്ന രീതിയിലൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഭയങ്കര സിമ്പിളായിട്ടൊരു ബോട്ടിലായിട്ടാണ്. നമ്മൾ ഈ 1 സ്ട്രോക്ക് പെയിൻറ്റിങ് വഴി ചെയ്തിട്ടുണ്ടായിരുന്ന ബോട്ടിലായിട്ടാണ് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ സിമ്പിളായിട്ട് ഫ്ലവേഴ്സും ലീവ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കൊരു 2 മിനിറ്റ് മാത്രം മതിയിട്ട് ഒരു ബോട്ടിലായിട്ടൊക്കെ ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ബോട്ടിലായിട്ട് തന്നെയായിരുന്നു. അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഭയങ്കര സിമ്പിളായിട്ടൊരു ബോട്ടിലായിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മളിതിൽ പെയിൻറ്റ് ബ്രഷ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ ഫിംഗർ പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളൊരു ബോട്ടിലായിട്ടാണ്. അപ്പോൾ നമ്മളൊരു റോസിൻ്റെ ഫ്ലവർ വരച്ചിട്ടുള്ളതും ആ ലീഫ് വരച്ചതൊക്കെ നമ്മൾ ഫിംഗേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ബ്ലാക്ക് കളറിലേക്ക് നല്ലൊരു കളർ കോമ്പിനേഷനൊക്കെ ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ബോട്ടിലായിട്ട് അതുപോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബോട്ടിലായിട്ടാണ്. അപ്പോൾ ഇതിലുള്ള ഒരു ഫ്ലവേഴ്സും ലീവ്സൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ട് നമ്മൾ ആ ഒരു പീനട്ടിൻ്റെ ഷെല്ല് വെച്ചിട്ടാണ്. നമ്മളെ നിലക്കടലില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഷെല്ല് വെച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതൊരു പ്രത്യേക പാറ്റേണിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു ഫ്ലവർ പോലെയൊക്കെ ഒന്ന് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ ആ ഒരു ലീവ്സായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അത് തന്നെയാണ്. പിന്നെ ഒരു സ്റ്റെമ്മിന് പകരമായിട്ട് നമ്മൾ അയലൊക്കെ കെട്ടാൻ യൂസ് ചെയ്യുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ത്രെഡ് ഉണ്ടല്ലോ, അപ്പോൾ അതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ താഴെ ഒരു ചട്ടിക്ക് പകരമായിട്ട് നമ്മൾ ഈ മയണൈസിൻ്റെ ടിന്നുണ്ടല്ലോ, പാർസലായിട്ട് കൊണ്ടുവരുമ്പോഴേ ആ ഒരു ടിന്ന് ഇങ്ങനെ പകുതിയായിട്ട് കട്ട് ചെയ്ത് ഒട്ടിച്ചുള്ളതാണ്. അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് കോട്ടൺ ബഡ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ബോട്ടിലായിട്ടാണ്. അപ്പോൾ ആ ഒരു ബഡ്സിൻ്റെ ഒരു ടിപ്പ് മാത്രം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഫ്ലവേഴ്സും പിന്നെ അതുപോലെ ലീവ്സൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. ഭയങ്കര സിമ്പിളായിട്ട് കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന അത്രയും ഒരു നല്ല ഭംഗിയുള്ളൊരു ബോട്ടിലായിട്ടാണ്. അപ്പോൾ ഇത് നല്ല റെഡ് കളർ പെയിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നാളെ ഇത് ഞാൻ ചെയ്തെടുത്തിട്ട് അപ്പോൾ അതിൻ്റെ കളറൊക്കെ കുറച്ച് ഫെയ്ഡായി പോയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നതും വേസ്റ്റ് മെറ്റീരിയൽ മാത്രം വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബോട്ടിലായിട്ട് തന്നെയാണ്. തെങ്ങിൻ്റെ പൂവുണ്ടല്ലോ, ആ ഒരു ഉണങ്ങി വീഴുന്ന ആ ഒരു പൂവ് വെച്ചിട്ട് നമ്മൾ ഒരു പ്രത്യേക പാറ്റേണിൽ ഇങ്ങനെ ഒട്ടിച്ചെടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ താഴെ ഭാഗത്തൊക്കെ നമ്മൾ അത് തന്നെയായിട്ട് ഒട്ടിച്ചെടുത്തുള്ളത്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്.
അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു വൺ സ്ട്രോക്ക് പെയിൻറ്റിങ് ബോട്ടിലായിട്ടാണ്. ഭയങ്കര സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ബോട്ടിലാട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കളർ കോമ്പിനേഷനാണ് നല്ലൊരു ഭംഗിയുള്ളത്. ആ ഒരു ബ്ലാക്കിലേക്ക് നല്ലൊരു ബ്ലൂവും വൈറ്റും പിന്നെ അതിന് ആ ഒരു ലീവ്സൊക്കെ ഒരു ഗ്രീൻ കളറിലൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയായിട്ട് തന്നെയുണ്ട്. അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്നത് നമ്മൾ ടീച്ചേഴ്സ് ഡേ സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഭയങ്കര സിമ്പിളായിട്ടൊരു പെയിൻറ്റിങ് ബോട്ടിലായിട്ടാണ്. അപ്പോൾ നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഡിസൈൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഡിസൈൻ ഞാൻ ബോട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിന് നല്ലൊരു ബേസ് കോട്ടായിട്ട് നല്ലൊരു ലൈറ്റ് കളറൊക്കെ കൊടുത്തപ്പോൾ നല്ലൊരു ക്യൂട്ടായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അടുത്തൊരു ബോട്ടിലായിട്ട് നമ്മളൊരു നോ പെയിൻ്റ് ആയിട്ട് വേസ്റ്റ് മെറ്റീരിയൽ മാത്രം വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബോട്ടിലായിട്ടാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള പഴയ ഡയറിയൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതിൽ കുറച്ചിങ്ങനെ ഈ ഒരു അറ്റ്ലസുകളും മാപ്പുകളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊന്നും ഇങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുള്ളതാണ്. ജസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ് കേട്ടോ. കുട്ടികളുടെ ആ ഒരു സ്റ്റഡി ടേബിളിലും അവരുടെ ആ ഒരു റൂമിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു സിമ്പിളായിട്ടൊരു ബോട്ടിലായിട്ട് തന്നെയാണ്. അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു പ്രത്യേക ടെക്നിക്കായിട്ട് നമ്മളൊരു റിവേഴ്സ് പെയിൻറ്റിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബോട്ടിലായിട്ടാണ്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മളിതിലിപ്പോൾ ഒരു സീനറി ആയിട്ടുള്ളൊരു ഡിസൈനൊക്കെയാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ നമ്മളതിൻ്റെ ഒരു പുറക് സൈഡിൽ ഇതുപോലൊരു 4 കളേഴ്സായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അത് ഒരു പ്രത്യേക ഒരു രീതിയിൽ നമ്മൾ പെയിൻറ്റിങ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തിട്ടാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. അടുത്തായിട്ട് അതുപോലെ തന്നെ ഭയങ്കര സിമ്പിളായിട്ടൊരു ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു ആർട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പാറ്റേൺ ആയിട്ട് ഇങ്ങനെ പാച്ചസ് പോലെ ഇങ്ങനെ കളർ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മേലെ ഇങ്ങനെ സിമ്പിളായിട്ട് നമ്മൾ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഇങ്ങനെ ഡൂഡിൽ ആർട്ടൊക്കെ ചെയ്യുന്ന ടൈപ്പ് ഒരു ബോട്ടിലായിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ 2 കളറിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ബേസ് കോട്ടായിട്ട് വൈറ്റ് കളർ പിന്നെ അതുപോലെ ഒരു സ്കിൻ കളറായിട്ടും. ഈ ഒരു ബോട്ടിലൊക്കെ നമ്മൾ കിഡ്സ് സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ബോട്ടിലായിട്ടൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ബോട്ടിലായിട്ടൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കമൻറ്റിലൊന്ന് പിൻ ചെയ്തിട്ടാം. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.